കേരളം നമ്പർ 1 ആണോ? ഇതാണ് നമ്മൾ ഇന്ന് ആൾക്കാരോട് ചോദിക്കാൻ പോകുന്നത്. നമുക്ക് അവരോട് ചോദിച്ചറിയാം കേരളം ഈ പറയുന്ന പോലെ നമ്പർ 1 ആണോ എന്നുള്ളത്. കേരളം നമ്പർ 1 ആണെന്ന് പറയപ്പെടാറുണ്ട്. എന്താ അഭിപ്രായം ചേട്ടന്റെ? നമ്പർ 1 ആണ്. അല്ല, എന്തുകൊണ്ട് അങ്ങനെ പറയാൻ? വളരെ കാലം മുമ്പുള്ള കേരളമല്ലേ ഇത്, വളരെ വ്യത്യാസമായിട്ടുണ്ട്. കാര്യം മറ്റുള്ള സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് നമ്പർ 1 തന്നെയാണ്. പക്ഷെ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ് കേരളത്തിലെ ആൾക്കാരെന്ന് പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് പുറത്തു പോവാ ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടാണ്ടാവുക, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ജോലിയല്ല, ശരിക്കും പറഞ്ഞ സമ്പാദ്യം കൂട്ടാനുള്ള അഹങ്കാരം തന്നെയാണ്. ഇവിടെ ജോലിയുണ്ട്, ഇവിടെ ജോലിയുണ്ട് അതിനുള്ള. പക്ഷെ ഈ അടുത്തൊക്കെ നമ്മുടെ PSC റാങ്കിങ്ങിൽ ഒരുപാട് പേര് പറഞ്ഞു ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും ജോലി കിട്ടുന്നില്ല. അതൊക്കെ കുറച്ചൊക്കെ കള്ളത്തരയിലുണ്ടാവും, അത് സ്വാഭാവികമുള്ളതാണ്, അത് ഉണ്ടാവും. അത് അപ്പൊ ഇപ്പത്തെ ക്ലീൻ ആയി പോകുന്നുണ്ട്. കേരളം നമ്പർ 1 ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കുഴപ്പമില്ല. അപ്പൊ പല കാര്യങ്ങളും ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം എന്ന് വെച്ചാല് നമ്മുടെ നാട്ടില് ഒരുപാട് ക്രൈം നടക്കുന്നുണ്ട് ഇപ്പോഴും. പിച്ച എടുക്കുന്നവൻ എന്നും പിച്ച തന്നെ എടുത്തോണ്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പൊ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട് നന്നാവുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ നാട് നന്നാവാത്ത കാര്യം ഇവിടെ കാരണം തന്നെയാണ്. രണ്ട് വിശന്ന് ഇപ്പോഴും ഒരുപാട് കുഞ്ഞുങ്ങള് റോഡ് സൈഡിൽ, മീൻസ് എറണാകുളത്ത് തന്നെ ഒരേ പൊതിച്ചോറിന് വേണ്ടി അലയുന്നുണ്ട്. സോ ഇവരൊക്കെ ഇത് വിചാരിച്ചാൽ നന്നാക്കാവുന്നേ ഉള്ളൂ. ഈ ഡെവലപ്മെന്റ് എന്നുള്ളത് ഇത്രയും ഒരു നമ്പർ 1 ആയിട്ട് പോലും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോ എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ ഡ്രഗ് അഡിക്ഷൻ അതൊക്കെ കൂടി വരുന്നു, അതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു പരിധിവരെ ഗവൺമെന്റും റെസ്പോൺസിബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ പോരാന്നാണ് തോന്നുന്നത്. അപ്പൊ ഇനി ഒരു മാറ്റം വന്നാൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇനി നമ്മുടെ നാട് ഇങ്ങനെ പോകത്തുള്ളൂ. അല്ല, ഗവൺമെന്റ് മാറുവാണെങ്കിൽ ഇപ്പൊ അടുപ്പിച്ച് ഒരേ ഗവൺമെന്റ് ആയി, ഇനി അതൊരു മാറിയാല് ചിന്തകളും മാറും, സംഭവങ്ങളും മാറും. നമുക്ക് ആ സമയത്ത് ആലോചിക്കാനേ പറ്റും. കാരണം പുതിയ ഒരാള് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റും. പക്ഷെ അതിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ആവശ്യമുണ്ട്, ഒരു മാറ്റം ആവശ്യമാണ്. കാരണം നമ്മുടെ സമൂഹം ഒരുപാട് മാറാനുണ്ട്. ഒരിക്കലും ഇങ്ങനെ കുഞ്ഞുങ്ങളെ വെച്ച് പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ റോഡിൽ ഒരു പിച്ചക്കാരൻ പോലും ഉണ്ടാവരുത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് വെച്ചാൽ അനാഥാശ്രമം. ഇപ്പൊ ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഇപ്പൊ എല്ലാം നമ്മൾ ചാരിറ്റി ആണെങ്കിലും ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല. അപ്പൊ അതിന് ഒരുപാട് മാറ്റം വേണം. കേരളം നമ്പർ 1 ആണെന്ന് പറയപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെയാണ്, എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? അത് പല കാര്യങ്ങൾ എടുത്ത് നോക്കേണ്ടി വരും. അങ്ങനെ എല്ലാ കാര്യത്തിന്റെ നമ്പർ 1 എന്ന് പറയാൻ പറ്റൂല. മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം പല കാര്യത്തിൽ നമ്പർ 1 തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മള് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നമാണ് ഡ്രഗ് അഡിക്ഷൻ, ശരിയാണ്. അത് ട്രൈ ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യാൻ. പക്ഷെ പരമാവധി ഇഷ്യൂസ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ് യൂസേജ് ഇങ്ങനെ കൂടുന്നതിനെ പറ്റി എന്താ നിങ്ങൾക്ക്? അത് സോഴ്സ് എവിടുന്ന് വെച്ചാൽ അത് കണ്ടെത്തി അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കണം. കൂടുതലും പോലീസ് പിടിക്കുന്നത് സപ്ലൈസിനാണ്, സോഴ്സിനെ പിടിക്കാറില്ല. അതൊരു വലിയൊരു അഭാവം ആണ്, അവരുടെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അങ്ങനെ പറയാൻ പോലീസിന്റെ ഒരു അഭാവം എന്ന് പറയാൻ പറ്റൂല. പോലീസിന്റെ പരിമിതികളുണ്ടല്ലോ. ഇതിപ്പോ ഒരു ഇത്രയും 3.5 കോടി ജനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റിയ പോലീസ് സേനയൊന്നും നമ്മൾക്കില്ല. പിന്നെ ഉള്ളത് ഈ ഡ്രഗ്സിന്റെ ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള വലിയ മാഫിയ സംഘങ്ങളാണ്. അപ്പൊ അതിനെ ഗവൺമെന്റ് തലത്തിൽ തന്നെ നേരിടണം. പ്രത്യേക ടാസ്ക് ഫോഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് നേരിട്ടാലോ. പരമാവധി നടന്നു പോകുന്നുണ്ടെന്നാണ്. കാരണം ഇപ്പൊ ഈ മേഖലകളിലൊക്കെ വിദ്യാർത്ഥികളുള്ളടത്തൊക്കെയാണല്ലോ ഇത് കൂടുതലും ഇപ്പൊ ഇത് വരുന്നത്. ഇവിടെയൊക്കെ നല്ല ഒരു ഫോളോ അപ്പ് നടത്തുന്നുണ്ട്, പോലീസ് നടത്തുന്നുണ്ടെന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശ്വാസം. അങ്ങനെ പറയാൻ പറ്റില്ല. ഇതൊരു തുടർച്ചയാണല്ലോ, ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു തുടർച്ചയാണല്ലോ. അല്ലാതെ ഇതിന് മാത്രമായിട്ട് ഒരു ഗവൺമെന്റ് വേറെ വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. കേരളത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു തുടർ
മാറണമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മാറ്റം വേണം ഭരണത്തിന് തോന്നുന്നു? മാറ്റം വേണം. അതിന് വേറെ ഗവൺമെന്റ് ആണല്ലോ വരുന്നത്. അതിപ്പോ ഇന്ന ഗവൺമെന്റ് വരണമെന്ന് പറയാൻ പറ്റൂല. മാറി മാറി വരും. കേരളത്തിന്റെ സിറ്റുവേഷനിൽ വേറൊരു ഗവൺമെന്റ് വന്നാൽ മാറാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഗവൺമെന്റ് ഒരുവിധം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാനൊരു LDFന്റെ പ്രവർത്തകനാണ്. കേരളം നമ്പർ 1 എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ചേട്ടന്റെ ഒപ്പീനിയൻ എന്താണ്? എൻ്റെ ഒപ്പീനിയൻ കേരളം നമ്പർ 1 ആണ്. ആരോഗ്യരംഗത്തും ബാക്കിയുള്ള പൊതുജന സേവന കാര്യങ്ങളിലെല്ലാം, വിദ്യാഭ്യാസ കാര്യത്തിൽ എല്ലാം കേരളം നമ്പർ 1 ആണ്. നമ്മള് വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ജോലി ഇല്ലാന്നത് വലിയൊരു ഇഷ്യൂ ആണ് നമ്മുടെ കേരളത്തില്. പലരും പുറത്തു പോകുന്നു, അല്ലെങ്കിൽ പൈസ കുറവായതുകൊണ്ട് പുറത്തു പോകേണ്ട അവസ്ഥയൊക്കെ. അപ്പൊ അത് മാറേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അൺഎംപ്ലോയ്മെന്റ് കൊണ്ട് ഒരു പുറത്തു പോകുന്നത് എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ മലയാളികൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ കേരളത്തിലായാലും ഇവിടെ ഒരു വേർപ്പിന്റെ അസുഖമുള്ളവരാ. പുറത്തു പോയി കിടന്നിട്ട് മറ്റേ ഡെലിവറി ബോയ് ആയാലും കാറ് കഴുകാനായാലും പോകാൻ അവർക്ക് അതാണ് താല്പര്യം. കേരളത്തിലുള്ള കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇപ്പോഴത്തെ യുവതലമുറ പോകുന്നത് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനും കൂടെയാണ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഗവൺമെന്റ് ജോലി മാത്രമല്ലല്ലോ എല്ലാവരും. അങ്ങനെ അല്ലെങ്കിലും അതിലൊരു ഇഷ്യൂ ഉണ്ട്. ലൈക്ക് റാങ്ക് കിട്ടുന്നവർക്ക് പോലും ജോലി കിട്ടുന്നില്ല. ഇപ്പൊ പ്രൈവറ്റ് ജോലി ആണെങ്കിലും പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത് കിട്ടുന്നില്ല. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഗവൺമെന്റ് ജോലി എപ്പോഴും കിട്ടാക്കനിയാ. അതിന് ഏത് ഭരണകാലത്തായാലും ഗവൺമെന്റ് ജോലി ബാക്കിയുള്ള എത്ര പഠിച്ചാലും ബാക്കിയുള്ളവർക്ക് PSC വർഷങ്ങളോട് ഫസ്റ്റ് റാങ്ക് ഉള്ളവർക്ക് പോലും കിട്ടുന്നില്ല. അല്ല, എനിക്ക് അതിനെ പറ്റി അറിയില്ല കേട്ടോ. എനിക്ക് ആ ഒരു കാര്യം എനിക്ക് ഞാൻ നോക്കുമ്പോ ഇവിടെ ഉള്ള കേരളത്തിലെ എല്ലാരും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. പലരും പല പണി ചെയ്യുന്നുണ്ട്. അതെ. എല്ലാം നമ്പർ 1 ആണോ? ചേച്ചിയുടെ ഒപ്പീനിയൻ എന്താ? എന്തിനും നമ്പർ 1 ആണോ? ഇപ്പൊ പലപ്പോഴും പറയുന്നേക്കല്ലേ കേരളം നമ്പർ 1 ആണ്. അപ്പൊ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ അതേ പറയുന്ന സത്യമാണ് നമ്പർ 1 നമ്പർ 1 ആണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്പർ 1 എന്ന് പറയപ്പെടാറുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്ന നമ്പർ 1 എന്നുള്ളത് സത്യമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ചേച്ചിക്ക് എന്താ തോന്നിയിരിക്കണത്? എന്തുകൊണ്ട് ഇല്ല എന്ന് പറയാൻ കാരണം? എവിടെയാണ് അവര് അടിയിൽ പോയത്? ഇപ്പൊ അതായത് ഗവൺമെന്റ് സെക്ടറിലൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. ഡെവലപ്മെന്റ് വേണം, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഇഷ്യൂ ഉണ്ട്. സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ട്. അതൊക്കെ നികത്തണം. ഹോസ്പിറ്റലിൽ പോയാലാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പൊ ആ സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുകൾ വരാൻ കുറക്കാൻ പറ്റും. ഇപ്പൊ പറയാറുണ്ടല്ലോ, ഇപ്പൊ PSCകളിലെ റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് പോലും ജോലി കിട്ടുന്നില്ല. അപ്പൊ ഈ ജോലി ഇല്ലാണ്ട് പല യൂത്ത് ആൾക്കാരും പുറത്തേക്ക് പോവാ. കേരളത്തിന് പുറത്തു പോയാലാണ് പൈസ കിട്ടുള്ളൂ, ജോലി കിട്ടുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ആവുക. അപ്പൊ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ നമ്പർ 1 എന്ന് പറയപ്പെട്ടിട്ടും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം? ഇവിടെ PSC ലിസ്റ്റിൽ വന്നിട്ടും കിട്ടാറില്ല ആൾക്കാർക്ക്. അതുകൊണ്ടിട്ടാണ് പോണത്. കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഭരണം ഇങ്ങനെ പോയി 10 വർഷം തികയാറായപ്പോ ഇനി അത് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു ഭരണം വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. അതിലേക്കാണോ നോക്കി കാണുന്നത്? ഒരു മാറ്റം വേണം. ആരായാലും മാറ്റം വേണം. ഒരു വേറൊരു ഗവൺമെന്റ് വരണം എന്നാണോ, അതോ ഒരു മാറ്റം കൊണ്ടുവരണം? ആരായാലും. കേരളം നമ്പർ 1 എന്ന് പറയപ്പെടാറുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആണോ? എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പോലും നമ്പർ 1 ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇവര് യങ്സ്റ്റർ ആയതുകൊണ്ട് എടുത്ത് ചോദിക്കണം. അൺഎംപ്ലോയ്മെന്റ് ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ അണ്ടർ പേ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും 10,000 രൂപ മേടിക്കുന്ന ആൾക്കാരുണ്ട്. 10,000 രൂപ എന്താ ഒരു മാസം നടക്കണം. അതുകൊണ്ടാണ് പലരും പുറത്തു പോയി ജോലി ചെയ്ത് ഇച്ചിരി കൂടെ ആയിരിക്കും തോന്നുന്നത്. അപ്പൊ അതൊരു രക്ഷപ്പെട്ടു പോയാൽ സാലറി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഇപ്പൊ എന്താ പറയാ, ബേസിക് പേ എന്ന് പറയുന്നത് ഇപ്പോഴും
10,000 ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റാന്ന് എനിക്കറിയില്ല. കുറച്ച് ബാധ്യതകളോ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അണ്ടർ പേ എന്നൊരു ഇഷ്യൂ വരുന്നത്? അണ്ടർ പേ എന്ന് പറഞ്ഞ ഇഷ്യൂ എന്നത് എനിക്ക് അറിയാൻ പാടില്ല എന്താണെന്ന്. പക്ഷെ ഇതൊക്കെ തന്നെയാണ് ആൾക്കാർ ഇവിടുന്ന് പോകാനുള്ള കാരണം. ഗവൺമെന്റ് സെക്ടേഴ്സിൽ ജോബ് നോക്കാറുണ്ടോ? ഞാനോ നോക്കാറുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പൊ യങ്സ്റ്റർ എന്ന് നോക്കിയിട്ടില്ല ഇതുവരെ. PSC ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ വീട്ടിൽ നിന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോ ആ ഒരു കമ്പനിയിൽ ചാൻസ് ഉണ്ട്, ചെയ്താലും പെട്ടെന്ന് കിട്ടും, സെറ്റിൽഡ് ആവും എന്ന് തോന്നുന്നു. സെറ്റിൽഡ് ആവും. അതായത് ആനുകൂല്യം, എന്റെ വീട്ടില് കസിൻസ് ഒക്കെ ഒരുപാട് ഗവൺമെന്റ് ജോബ് ഉണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ഒരു വണ്ടി എടുക്കാൻ ചെന്നാൽ പോലും അവർക്ക് എന്താ പറയാ, അപ്പൊ വണ്ടി എടുക്കാൻ ചെന്നാൽ പോലും അവർക്ക് ഇത്ര പെർസെന്റേജ് കുറവ് എന്നാ സാധാരണക്കാരന് നോർമൽ ഒരു ഇത്. പക്ഷെ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും അല്ലെങ്കിൽ ജോലി കിട്ടാത്ത കുറെ ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ ഈ അടുത്ത് വന്നല്ലോ. അപ്പൊ ആ ഒരു വരെ ഉണ്ടോ ഈ PSC എഴുതിയാലും കിട്ടോ എന്നൊരു ക്വസ്റ്റ്യൻ? ഭാഗ്യപരീക്ഷണമായിട്ട് തന്നെ കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ ഇല്ല. ഒരു മാറ്റം വന്നാൽ നല്ലത്. യങ്സ്റ്റർ എന്ന നിലയിൽ മാറ്റം വരണമെന്നാണോ? മാറ്റം വരണമല്ലോ. നല്ല യുവതലമുറകളെ തന്നെ നിൽക്കുള്ളൂ. യങ്സ്റ്റേഴ്സ് വരണം. എന്റെ ഏജിലുള്ള എന്റെ കസിൻസ് ഒക്കെ പുറത്താ. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി എല്ലാവരും പുറത്താ. അപ്പൊ ഇനിയും പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ആൾക്കാർ ഇവിടെ നിൽക്കും. ഇപ്പൊ കേരളം എന്ന് പറയുന്ന നമ്പർ 1 സ്റ്റേറ്റ് ആണെന്ന് പലപ്പോഴും പറയപ്പെടാറുണ്ട്. അപ്പൊ ചേച്ചിക്ക് അങ്ങനത്തെ ചേച്ചിയുടെ അഭിപ്രായം ഉണ്ടാകില്ല? എന്റെ അഭിപ്രായം നമ്പർ 1 ആണ് തന്നെ. പക്ഷെ ഈ ആ മഫിയനെ ഇല്ലാതാക്കണം ഞാൻ പറയും. കാരണം ഇപ്പൊ വളർന്നു വന്ന തലമുറകളെ എന്തൊക്കെ കാണിച്ചു കൂട്ടണത് നമ്മള് കാണുന്നതല്ലേ. ഇപ്പൊ സർക്കാരിനും അതില് ഒരു ലൈക്ക് അവരെന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്. ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പൊ തന്നെ എന്തോരം നമ്മൾ പേപ്പറിൽ വായിക്കണതൊക്കെ. ഈ കഴിഞ്ഞ ദിവസം തന്നെ പേപ്പറിൽ കണ്ടില്ലേ കൊച്ചിന്ന് അങ്ങനെയൊക്കെ പിടിച്ചതൊക്കെ. അതൊക്കെ ഇല്ലായ്മ വരുത്തണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇനി വരുന്ന തലമുറ നല്ല പിള്ളേരായി വരണം എന്റെ അഭിപ്രായം. അപ്പൊ ഇനി ഒരു ഇലക്ഷൻ വരാൻ പോകണം. അപ്പൊ ഇനി ഒരു തുടർ ഭരണമാണോ അതോ സർക്കാർ മാറി വന്നാലാണ് ഇതിന്? സർക്കാർ മാറി വന്നാലും എന്താണെങ്കിലും അങ്ങനെ ഒരു ഇത് വരരുതേ എന്നാണ് എന്റെ പ്രശ്നം. അത് സർക്കാർ മാറിയതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ലേ സർക്കാർ വന്നാലും മാറണമെന്ന് ഞാൻ പറയുള്ളൂ. പിള്ളേര് നന്നാകണം. ഇപ്പൊ കേരളം പറയാറുണ്ട് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയ ഒരു സ്റ്റേറ്റ് ആണെന്നൊക്കെ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അൺഎംപ്ലോയ്മെന്റ് ഇത്ര കൂടുതല്? യങ്സ്റ്റേഴ്സ് എന്ന നിലയില് മിക്ക യങ്സ്റ്റേഴ്സ് മൈഗ്രേറ്റ് ചെയ്യാനോ നോക്കാറ്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? അതെന്തുകൊണ്ടായിരിക്കും ഇവിടെ അവസരങ്ങളില്ല, പേയ്മെന്റ് ഇല്ല എന്നുള്ളതാണ്? അവസരങ്ങളും കുറവാണ്. PSC ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ള ആളാണോ? ആഗ്രഹമുള്ള ആൾക്കാരാണോ? അത് ജോലി കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു അവസ്ഥയൊക്കെ ചേഞ്ച് ആവാൻ എന്താ നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ചേഞ്ച് ആവാന്? വേക്കൻസീസ് ഉണ്ട്, ഇല്ലാന്നല്ല. അതിനനുസരിച്ച് സാലറി അതൊക്കെ ആകുമ്പോ ആൾക്കാർ മെയിൻലി ആൾക്കാർ ഇങ്ങോട്ട് വരുത്താം. ഇപ്പൊ നമുക്കാണെങ്കിൽ ഇപ്പോ 2 വട്ടം ഇങ്ങനെ ഒരേ ഗവൺമെന്റ് വരുന്നു. അപ്പൊ ഇനിയിപ്പോ കൂടുതൽ ഡെവലപ്മെന്റ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരണമെങ്കിൽ വേറൊരു ഭരണം വരണം എന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് ഒരു ചേഞ്ച് വന്ന് മേ ബി കുറച്ച് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷയുണ്ട്. അപ്പൊ ലൈക്ക് അങ്ങനെയാണ് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് വരാനും ഡെവലപ്മെന്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ചാൻസ് ഉണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. കണ്ടറിയണം.